ആദരണീയരായ മുസ്ലിം സഹോദരന്മാരെ, സഹോദരിമാരെ, സർവശക്തനായ അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിൻപടി സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് എല്ലാ ഓരോരുത്തരെയും ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി, കുറഞ്ഞ ആഴ്ചകൾ തന്നെയായി കേരളത്തിന്റെ മീഡിയകൾ, ദൃശ്യ മീഡിയകളും ശ്രാവ്യ മീഡിയകളും ഒക്കെ എല്ലാം ഒരുപോലെ ഒരു ചർച്ചയായി കൊണ്ട് നടക്കുന്ന ഒരു കാര്യമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഒരു നിയോജക മണ്ഡലത്തിൽ നടന്ന ഒരു കാഫിർ പ്രയോഗം. കേരളത്തിലെ ഏതാണ്ട് എല്ലാ ആളുകളും ആ ചർച്ചയിൽ ഏതെങ്കിലും തരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇസ്ലാമിലെ ഈ സാങ്കേതിക ശബ്ദങ്ങൾ ജിഹാദ്, അതുപോലെ ഈ കാഫിർ, മുഅ്മിൻ, ജിസിയ, മാഷാ അല്ലാഹ്, അങ്ങനെ കുറെ പദങ്ങൾ, ഈ പദങ്ങളൊക്കെ ഈ രാഷ്ട്രീയ ചർച്ചകൾക്കും അതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള നിക്ഷിപ്ത താല്പര്യങ്ങൾ മുന്നിൽ കണ്ടുള്ള ചർച്ചകൾക്കും വിധേയമാക്കുന്നത് ഇന്നൊരു സാധാരണ സംഭവമാണ്. നമ്മുടെ ഈ ചർച്ചയിൽ തന്നെ, കേരളത്തിൽ നടക്കുന്ന ഈ ചർച്ചയിലെ രാഷ്ട്രീയ വിഷയങ്ങൾ അതിന്റെ ഏതെങ്കിലും പക്ഷം ചേരാനല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്താണ് ഇതിൻ്റെയൊക്കെ ഒരു ആശയം, എവിടെയാണ് നമ്മൾ അതിന്റെ ശരിയായ നിലപാടെടുക്കേണ്ടത് എന്ന് വിശദീകരിക്കൽ ആവശ്യമാണ് എന്ന് തോന്നുകയാണ്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലും ലോകത്തൊന്നാകെയും തന്നെ കുറഞ്ഞ കാലമായിട്ട് ഇസ്ലാമിലെ ചില പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മുസ്ലിങ്ങളെ വേട്ടയാടുന്നത് നമ്മൾ കാണാൻ കഴിയും. അതിൽ ഏറ്റവും പ്രചാരം സിദ്ധിച്ച ഒന്നാണ് ജിഹാദ് എന്ന വാക്ക്. നമ്മൾക്ക് എല്ലാവർക്കും അതറിയാം. ഏതെങ്കിലും ഒരു വ്യക്തിയോട് വെറുപ്പുണ്ടെങ്കിൽ, അയാളെ പൊതുധാരയിൽ നിന്ന് ഒറ്റപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പമുള്ള ഒരു പണി അയാളെ ജിഹാദി എന്ന് വിളിക്കലാണ്. ഇത് നമ്മൾക്ക് ആരും പറഞ്ഞു തരേണ്ടതില്ല, നമ്മൾക്ക് അറിയുന്ന ഒരു സംഗതിയാണ്. ഒരാളെ തച്ചു കൊല്ലണമെങ്കിൽ നമ്മുടെയൊക്കെ ഇന്ത്യയിൽ അങ്ങനെയും നടക്കുന്നുണ്ട്, വടക്കേ ഇന്ത്യയിലൊക്കെ. ആരെങ്കിലും തച്ചു കൊല്ലണമെന്നുണ്ടെങ്കിൽ, കൂട്ടമായി ഒരാളെ തച്ചു കൊല്ലണമെന്നുണ്ടെങ്കിൽ എളുപ്പമുള്ള പണി അയാൾ ജിഹാദിയാണ്, തീവ്രവാദിയാണ് എന്ന് പറയലാണ്. അങ്ങനെ കുറെ പദങ്ങളുണ്ട്. അത് ലോകാടിസ്ഥാനത്തിൽ തന്നെ ഇങ്ങനെ ചില പദങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഇന്ത്യയിൽ ഉപയോഗിക്കുന്നുണ്ട്, നമ്മുടെ നാട്ടിലും ഉപയോഗിക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും പുതിയതായിട്ട് രംഗത്ത് വന്നതാണ് ഈ കാഫിർ പ്രയോഗം. മുസ്ലിങ്ങളല്ലാത്ത ആളുകളെ അധിക്ഷേപിക്കാൻ ഉപയോഗിക്കുന്ന ഏതോ ഒരു വാക്കായിട്ട്, അങ്ങനെ മുസ്ലിങ്ങളുടെ വേദഗ്രന്ഥത്തിൽ ഉള്ളതായിട്ട് ധ്വനിപ്പിക്കുകയും എന്നിട്ട് മുസ്ലിങ്ങളല്ലാത്തവരൊക്കെ കാഫറാണ് എന്ന് പറയുന്നതോടുകൂടി മുസ്ലിങ്ങൾ എല്ലാവരെയും ചീത്ത വിളിക്കുന്നതും അപഹസിക്കുകയും ചെയ്യുന്നവരാണ് കാഫിർ എന്ന് വിളിച്ചുകൊണ്ട് എന്ന് വരുത്തി തീർക്കുകയും ധ്വനിപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. ഇതാണ് ഇതിന്റെ ആശയം. ഇവിടെ മുസ്ലിങ്ങളായ നമ്മൾ അറിയേണ്ടതും നമ്മളല്ലാത്തവർ അറിയേണ്ടതുമായ ചില കാര്യങ്ങളുണ്ട്. വിശുദ്ധ ഖുർആനിൽ 100 കണക്കിന് ആയത്തുകളിൽ ഈ കാഫിർ എന്ന പദത്തിന്റെ വിവിധ രൂപങ്ങൾ വന്നിട്ടുണ്ട്. നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ യക്ഫുറൂൻ, കാഫിറൂൻ എന്നൊക്കെ തുടങ്ങുന്ന ഒരുപാട് വാക്കുകൾ 100 കണക്കിന് സ്ഥലത്താണ് അതിന്റെ വിവിധ രൂപങ്ങൾ വന്നിട്ടുള്ളത്. ഈ പദങ്ങളൊക്കെ മുസ്ലിങ്ങളല്ലാത്ത ആളുകളെ ചീത്ത വിളിക്കാൻ ഉപയോഗിക്കുന്നതാണോ എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അങ്ങനെയാണ് ഈ ആശയവുമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുള്ളൂ. ഈ പദത്തിന്റെ ഭാഷാർത്ഥം ഖഫറ എന്ന് പറഞ്ഞാൽ
വാക്കിനർത്ഥം മറച്ചു വെച്ചു എന്നാണ്. ഒരു സംഗതി ഒളിച്ചു വെച്ചാൽ അതിന് ഭാഷയിൽ കഫറ എന്ന് ഉപയോഗിക്കാം. കാഫിർ എന്ന് ഖുർആൻ ഉപയോഗിക്കുന്നതിനർത്ഥം യഥാർത്ഥ വിശ്വാസം മറച്ചു വെച്ചവൻ എന്നാകാം. അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട്. നിഷേധി എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഒരാൾ പറയുന്നത് വേറൊരാൾ നിഷേധിക്കുമ്പോൾ അയാൾ കാഫിറാണ്, അയാൾ നിഷേധിക്കുന്ന ആളാണ്. വേറൊരർത്ഥത്തിൽ ഉപയോഗിക്കുന്നത് അവിശ്വാസി എന്ന നിലക്കാണ്. ഈ അർത്ഥങ്ങളിലൊക്കെ കാഫിർ എന്ന പദം ഖുർആനിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് ഒരു അപാകതയും ഇല്ലാത്ത പ്രയോഗമാണ്. ഒരാൾ ഒരു ആശയം നിഷേധിച്ച അയാൾ കാഫിർ ആണ്, നിഷേധിച്ച ആളാണ്. ഒരാൾ ഒരു കാര്യത്തെ അവിശ്വസിച്ചാൽ അയാൾ കാഫിറാണ്, അവിശ്വസിച്ച ആളാണ്. ആ വാക്കുകൾ ആരെയും ചീത്ത പറയാവുന്ന വാക്കുകളല്ല, മറിച്ച് ഒരു നിലപാട് വ്യക്തമാക്കുകയാണ്. ഒരാൾ മുഅ്മിനാണ്, ഞാൻ വിശ്വസിച്ചവനാണ് എന്ന് പറയുമ്പോൾ ഞാനത് അവിശ്വസിച്ചവനാണെന്ന് മറ്റേയാൾ പറയുന്നു. രണ്ടും രണ്ട് നിലപാടുകളാണ്. അതല്ലാതെ ഒരാൾ ചീത്ത പറയുന്ന ഒരു വാക്കല്ല. ഇത് ആ രീതിയിൽ വരുത്തി തീർക്കുകയാണ്. മുസ്ലിങ്ങളല്ലാത്തവരെ നേരെ വളരെ മോശമായി ഉപയോഗിക്കുന്ന എന്തോ ഒരു പദമാണ് കാഫിർ എന്ന് വരുത്തി തീർക്കുന്നു. രാഷ്ട്രീയ താല്പര്യങ്ങൾ ഉണ്ടാകാം, അതൊന്നും നമ്മൾ ഇടപെടുന്നില്ല, അതൊക്കെ മറ്റു മേഖലകളാണ്. മതപരമായിട്ട് തന്നെ നമ്മൾക്ക് പറയാവുന്നത് അങ്ങനെ ഒരു വാക്ക്, ഒരു പ്രയോഗം ഖുർആനിലില്ല. ഒരാളെയും ചീത്ത പറയാൻ വേണ്ടിയോ അപഹസിക്കാൻ വേണ്ടിയോ ആ പദം ഒറ്റ സ്ഥലത്ത് പോലും വിശുദ്ധ ഖുർആനിൽ ഉപയോഗിച്ചിട്ടില്ല. ഇസ്ലാം അങ്ങനെ ഉദ്ദേശിക്കുന്നുമില്ല. രണ്ട് വിഭാഗം, അതിലൊരു വിഭാഗം മുഅ്മിൻ, അതിന്റെ എതിർഭാഗം അതാണ് വിശ്വാസി എന്നർത്ഥം. ഇങ്ങേ ഭാഗം ആ വിശ്വസ്തനെ നിഷേധിക്കുന്നവൻ എന്നർത്ഥം കാഫിർ. രണ്ട് വാക്കുകൾ എന്നല്ലാതെ വേറൊരു അർത്ഥവും അതിനില്ല. മൂന്നാമതൊരർത്ഥം അതിന് വരുന്നത് നന്ദികേട് കാണിക്കുന്നവൻ എന്നാണ്. ഖുർആനിൽ പല സ്ഥലങ്ങളിലും അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട്, നന്ദികേട് കാണിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ. ഇതും ഒരാൾ നന്ദി കാണിക്കുന്നു, അയാൾ നന്ദികേട് കാണിക്കുന്നു, അത്രേ ഉള്ളൂ. ആരെയും അപഹസിക്കാവുന്ന ഒരു പദമായിട്ട് വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചിട്ടില്ല. ഖുർആന്റെ ഒരായത്ത് ശ്രദ്ധിച്ചു നോക്കുക. ഹുവല്ലദീ ഖലഖക്കും ഫമിൻകും കാഫിറുൻ. അവനാണ് അല്ലാഹു, അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്. നിങ്ങളുടെ കൂട്ടത്തിൽ കാഫിറുകളുണ്ട്. വമിൻകും മുഅ്മിനുൻ, നിങ്ങളുടെ കൂട്ടത്തിൽ മുഅ്മിനുകളുമുണ്ട്. ഒരേപോലെയാണ് ഉപയോഗിച്ചത്. കാഫിറുമുണ്ട്, മുഅ്മിനുമുണ്ട്. വല്ലാഹു ബിമാ തഅമലൂന ബസീർ. നിങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ച് അള്ളാഹു നന്നായിട്ട് അറിയുന്നവനാണ്, കണ്ടറിയുന്നവനാണ്. കാഫിറുണ്ട് എന്ന് പറഞ്ഞാൽ ഈ സംഗതികളെ നിഷേധിക്കുന്ന ആളുകളുണ്ട്, ഈ സംഗതി വിശ്വസിക്കുന്ന ആളുകളുമുണ്ട്. രണ്ടു കൂട്ടരും രണ്ട് വിഭാഗവും നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് എന്നല്ലാതെ ഒരു കൂട്ടർ ചീത്ത പറയുക എന്ന അർത്ഥത്തിൽ ആ വാക്ക് ഖുർആനിൽ ഉപയോഗിച്ചിട്ടില്ല. ഈ ഖുർആന്റെ ഈ പ്രയോഗങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു. ഒന്ന്, അള്ളാഹുവിനെയും റസൂലിനെയും നിഷേധിക്കുന്ന ആളുകളെ ഖുർആൻ കാഫിർ എന്നാണ് പറയുന്നത്. വളരെ ലളിതമാണ്. അള്ളാഹുവിനെ വിശ്വസിക്കുന്നവൻ മുഅ്മിൻ, അത് വിശ്വസിക്കാത്ത ആളുകൾ, വിശ്വസിക്കാത്തവൻ കാഫിർ. അപ്പൊ നിങ്ങൾ നോക്കൂ, നമ്മുടെ നാട്ടിൽ മലയാളത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകളുണ്ട്. അവനൊരു നിഷേധിയാണ് എന്ന് പറയുമ്പോൾ എന്താ അതിനർത്ഥം? അയാൾ നിഷേധിക്കുന്ന ആളാണ്. അതാരെങ്കിലും ചീത്ത വിളിക്കലാണോ? അല്ല. അതേപോലെ ഒരു വാക്ക് അറബിയിൽ ഉപയോഗിക്കുന്നു, കാഫിർ, നിഷേധിയാണ്. ഇനി ഉപയോഗിക്കുന്ന വാക്കാണ് അയാൾ നാസ്തികനാണ്, ആസ്തികവാദിയല്ല, ദൈവത്തെ നിഷേധിക്കുന്നവനാണ് നാസ്തികൻ എന്ന് പറഞ്ഞാൽ. അതൊരു ചീത്ത പറച്ചിലല്ല, അത് അയാളുടെ നിലപാട് പറയുകയാണ്. ഇത് മലയാളത്തിൽ പറയുമ്പോൾ ഒരു പ്രശ്നമില്ല. അതേ വാക്കിന്റെ അറബി വാക്ക് ഉപയോഗിക്കുമ്പോൾ അത് മുസ്ലിങ്ങളല്ലാത്തൊരു ചീത്ത പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് ധ്വനിപ്പിച്ചുകൊണ്ട് മറ്റു ചില താല്പര്യങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നു. ജിഹാദ് വ്യാഖ്യാനിച്ച പോലെ. ജിഹാദ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ഏതൊരു കാര്യത്തിനു വേണ്ടിയും കഠിനാധ്വാനം നടത്തുന്നതൊക്കെ ജിഹാദാണ്. അത് ഇസ്ലാമിന്റെ മാർഗത്തിലാണെങ്കിലും ജിഹാദാണ്, ഇസ്ലാമിനെ എതിരിൽ നടത്തുന്നതും ജിഹാദാണ്. ഖുർആൻ അത് ഉപയോഗിച്ചിട്ടുണ്ട്. വൈൻ ജാഹദാക ലൻ തുശ്രിക ബി മാ ലൈസ ലക ബിഹി ഇൽമുൻ ഫലാ തുതിഉഹുമാ. നിന്റെ മുസ്ലിങ്ങളല്ലാത്ത മാതാപിതാക്കൾ, അവർ മുസ്ലിങ്ങളല്ലെങ്കിൽ നിന്നെ ജിഹാദ്, വൈൻ ജാഹദാക, നിന്നോട് ജിഹാദ് നടത്തിയാൽ എന്ത് കാര്യത്തിന്? അലാൻ തുശ്രിക ബി, എന്നിൽ പങ്കു ചേർക്കണമെന്ന് നിന്നെ നിർബന്ധിച്ചാൽ എന്നാണ്.
അതിന് അവർ ശാഠ്യം പിടിച്ച് പഠിപ്പിച്ചെടുത്ത അതിന് ഉപയോഗിച്ച വാക്ക് ജിഹാദ് എന്താണ്? അപ്പൊ അവർ മുസ്ലിങ്ങളല്ലാത്തൊരു ജിഹാദാണ് നടത്തുന്നത്. അപ്പൊ ഏതൊരു കാര്യത്തിനും കഠിനാധ്വാനം നടത്താനൊക്കെ ജിഹാദ് ഉപയോഗിക്കും. പക്ഷെ അത് മുസ്ലിങ്ങൾ ആരെയൊക്കെയോ കൊല്ലാനുള്ള വാക്കാണ്, മുസ്ലിങ്ങളല്ലാത്തവരെ കൊല്ലാനുള്ള ആഹ്വാനമാണ്, മുസ്ലിങ്ങളല്ലാത്തവർക്കൊക്കെ എതിരെ ചീത്ത വിളിക്കാനുള്ള ഒരു വാക്കാണ് എന്ന് വരുത്തി തീർത്തു. എന്നതുപോലെ ഇപ്പൊ കാഫിർ നമ്മുടെ നാട്ടിൽ അങ്ങനെ വരികയാണ്. ഈ ഖുർആന്റെ ഒരു പ്രയോഗം നോക്കുക. ഇന്നല്ലദീന യക്ഫുറൂന ബില്ലാഹി വറസൂലിഹി, അള്ളാഹുവിനെയും അവന്റെ ദൂതന്മാരെയും നിഷേധിക്കുന്നവർ. ആർക്കും മനസ്സിലാകാവുന്ന ഒരു വാക്ക്, അള്ളാഹുവിനെയും അവന്റെ റസൂൽമാരെയും ഒക്കെ നിഷേധിക്കുന്ന ആളുകൾ. യുരീദൂന യുഫർരിഖു ബൈനല്ലാഹി വറസൂലിഹി വഖൂലൂന നുഅ്മിനു ബിബഅദിൽ കിതാബ് ബിബഅദിൻ വനക്തുബു ബിബഅദിൻ. ഞങ്ങൾ ഇതാ ചിലതൊക്കെ വിശ്വസിക്കും ചിലതൊക്കെ അവിശ്വസിക്കുന്ന ആളുകളാണ്. എന്നിട്ട് പറയുന്നത് വയുരീദൂന യത്തഖിദു ബൈന ദാലിക സബീല, ശരിക്കുള്ള വിശ്വാസത്തിന്റെയും അതിന്റെയും ഒക്കെ ഇടയിൽ പുതിയൊരു മാർഗം ഉണ്ടാക്കാൻ സ്വീകരിക്കുന്ന ആളുകളാണ്. ഖുർആൻ ഉപയോഗിക്കുന്ന വാക്ക് ഉലൈക ഹുമുൽ കാഫിറൂന ഹഖ്ഖാ. അങ്ങനെ ഇതിനെയും അതിനെയൊക്കെ നിഷേധിച്ച് പുതിയ രീതി ഉണ്ടാക്കുന്ന ആളുകൾ സത്യമായിട്ടുമുള്ള നിഷേധികളാണ്. ഹക്കായിട്ടുള്ള നിഷേധികളാണ് അവര്. ഇതെന്താ പറയുന്നതിൽ കുഴപ്പം? അവര് നിഷേധിയാണ്. അവരും അവകാശപ്പെടുന്നു ഞങ്ങൾ നിഷേധികളാണ്, ദൈവ നിഷേധികളാണ് എന്ന അഭിമാനത്തോടു കൂടിയാണ് ഇപ്പോൾ പറയുന്നത്. എന്നല്ല, നമ്മുടെ നാട്ടിൽ അതിന് സംഘടനയുണ്ട്, നിഷേധികളുടെ സംഘടനയുണ്ട്. ഒന്നും രണ്ടും അല്ല, ഉൾപിരിഞ്ഞതും തമ്മിൽ പിരിഞ്ഞതും ഒക്കെയായ സംഘടനകൾ. എന്താ അതിലൊന്നും ഒരു പ്രശ്നമില്ലാത്തത്? അറബിയിൽ അത് കാഫിർ എന്ന് പറയും, മലയാളത്തിൽ ആ നിഷേധിയാണെന്നുള്ള അഭിമാനത്തോടു കൂടി പറയുന്നു. അപ്പൊ ഈ അറബി വാക്കുകൾ, ഇസ്ലാമിന്റെ ടേംസ്, ഈ സാങ്കേതിക ശബ്ദങ്ങൾ ദുരുപയോഗം ചെയ്യുന്നു, മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി ദുരുപയോഗം ചെയ്യുന്നു. ഇനി നിങ്ങൾ നോക്കൂ, പരലോക നിഷേധം അതിന് വിശ്വാസത്തിന്റെ പ്രശ്നമാണ്. നമ്മളൊക്കെ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച്, പ്രവാചകന്മാർ പഠിച്ചതനുസരിച്ച് ഒരു മരണാനന്തര ജീവിതമുണ്ട് എന്നും ഒരു പരലോകമുണ്ട് എന്നും അവിടെ രക്ഷാശിക്ഷകളും സ്വർഗനരകളും ഒക്കെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ്. അത് വിശ്വസിക്കാത്ത ഒരാൾ മുഅ്മിനാവില്ല. അവനാണ് മുഅ്മിൻ, വിശ്വാസി. ഇനി അതൊരാൾക്ക് നിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. മതം അതിൽ ഇടപെടില്ല, അയാളുടെ പൂർണ്ണ സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യമുണ്ടെന്ന് ഖുർആൻ പലയിടങ്ങളിൽ പറയുന്നു. അങ്ങനെ ഒരാൾ അതിനൊക്കെ നിഷേധിക്കുന്നുവെങ്കിൽ വഹും ബിൽ ആഖിറതി ഹും കാഫിറൂൻ, അവർ പരലോകത്തെ സംബന്ധിച്ച് നിഷേധിക്കുന്നവരാണ്, കാഫിറൂൻ. അനുഭവിക്കുന്ന വാക്കാണ് കാഫിർ. പരലോകത്തെ നിഷേധിക്കുന്ന ആളാണ് അവര്. ഇയാൾ മുഅ്മിനാണ്, പരലോകത്തെ വിശ്വസിക്കുന്ന ആളാണ്. എന്താ അതിന്റെ ഒരു ആക്ഷേപത്തിന്റെ വാക്കുകൾ? നിലപാട് രണ്ടാണ്. ആ രണ്ട് നിലപാട് പറഞ്ഞു. വഇന്ന കസീറൻ മിനൻ നാസി ബിലിഖാഇ റബ്ബിഹിം കാഫിറൂൻ. വേറായത്ത് നോക്ക് നിങ്ങൾ. ധാരാളം ആളുകൾ തങ്ങളുടെ റബ്ബിനെ പരലോകത്ത് കണ്ടുമുട്ടുമെന്ന കാര്യത്തെ നിഷേധിക്കുന്നവരാണ്. കാഫിറൂൻ, അവർ നിഷേധിക്കുന്നവരാണ്. ഇതൊന്നും ആരെയും ചീത്ത പറയുന്ന വാക്കല്ല, ആരെയും മോശമാക്കുന്നില്ല. അവരുടെ നിലപാട് അതാണെന്നാണ് പറയുന്നത്. നോക്കി, ഇസ്ലാമിനെ മൊത്തത്തിൽ തള്ളി പറയാൻ ഒരാൾക്ക് അവകാശമുണ്ട്. അങ്ങനെ മതമില്ല, ആ മതം സ്വീകാര്യമല്ല, അതിന്റെ തത്വങ്ങളൊക്കെ മനുഷ്യനിർമ്മിതമാണെന്ന് ഒരാൾക്ക് പറയാം. ആർക്കും അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ നിഷേധിക്കുന്ന ധാരാളം ആളുകളുടെ നിഷേധികളുണ്ട്, കാഫിറുകളുണ്ട്, നിഷേധികളുണ്ട്. ആർക്കും അതിനൊന്നുമില്ല, അത് അവരുടെ ഇഷ്ടമാണ്. എനിക്ക് വിചാരണ പരലോകത്താണ്. ഖുർആൻ അതിനെ പറയുന്നു, വമാ അർസൽനാ ഫീ ഖറിയത്തിൻ മിൻ നദീരിൻ ഇല്ലാ ഖാല മുത്രഫൂഹാ ഇന്നാ ബിമാ ഉർസിൽതും ബിഹി കാഫിറൂൻ. സ്വയം അവകാശപ്പെട്ട പേര്. ഓരോരോ കാലങ്ങളിൽ ഓരോരോ സമുദായത്തിലേക്ക് മുന്നറിയിപ്പുകാരായിട്ട് ദൈവദൂതന്മാരെ നാം അയച്ചിട്ടുണ്ട്, സന്ദേശവാഹകരെ അയച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമൂഹത്തിലെ ആർഭാട ജീവിതം നയിച്ചിരുന്ന ആളുകൾ, മുത്രിഫുകളായ ആളുകൾ, സുഖലോലുപരായിരുന്ന ആളുകൾ പറഞ്ഞിരുന്ന ഒരു വാക്ക് ഇന്നാ ബിമാ ഉർസിൽതും ബിഹി കാഫിറൂൻ. നിങ്ങൾ എന്ത് സന്ദേശവുമായിട്ടാണോ ഞങ്ങളുടെ അടുക്കൽ ഇപ്പോൾ വന്നിട്ടുള്ളത് അതിൽ ഞങ്ങൾ കാഫിറുകളാണ്. അപ്പൊ അവരെന്നെ സ്വന്തം വിളിച്ച പേരെന്താ? ഞങ്ങൾ കാഫിറുകളാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങളത് നിഷേധിക്കുന്നു. ഞങ്ങളത് നിഷേധിക്കുന്നു എന്നേ അർത്ഥമുള്ളൂ. അതല്ലാതെ ഇത് ആരാളെ ചീത്ത സ്വയം അവകാശപ്പെടുകയാണ്, ഞങ്ങൾ കാഫിറുകളാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങളത് നിഷേധിക്കുന്നു എന്നാണ് അർത്ഥം. ഈ ആശയത്തെ തെറ്റിയിട്ടാണ് ഈ ദുർവ്യാഖ്യാനങ്ങൾ നടത്തിയിട്ട് ഈ കാര്യങ്ങളൊക്കെ
സാധിച്ചെടുക്കാൻ വേണ്ടി പല താല്പര്യങ്ങളും ഉണ്ടാകാം. ആ താല്പര്യങ്ങൾക്ക് വേണ്ടി ഖുർആന്റെയും ഇസ്ലാമിന്റെയും ശബ്ദങ്ങളൊക്കെ ദുർവ്യാഖ്യാനിക്കുന്നു. ഒരു സംഭവം കൂടി നോക്കൂ നിങ്ങൾ. സമൂദ് ഗോത്രം, ആ ഗോത്രത്തിലേക്ക് നിയോഗിതനായ അള്ളാഹുവിന്റെ റസൂലാണ് സ്വാലിഹ് നബി. അദ്ദേഹം അവരുടെ ഇടയിൽ പ്രബോധനം നടത്തി. ഒരു നബി വന്നാൽ നടത്തുന്ന പ്രബോധനം നമ്മൾക്കറിയാം. ഖുർആനിൽ അത് പറഞ്ഞിട്ട് തൗഹീദ് പറയും, പരലോകം പറയും, അദ്ദേഹം നബിയാണെന്ന് അവകാശപ്പെടും, ഞാൻ അള്ളാഹുവിന്റെ റസൂലാണ് എന്ന് പറയും, ഞങ്ങൾ അള്ളാഹുവിനാൽ നിയോഗിതരാണെന്ന് അവകാശപ്പെടും, തെളിവുകൾ കാണും. ഇതൊക്കെയാണ് ഒരു നബി വന്നാൽ നടക്കുന്നത്. അങ്ങനെ സ്വാലിഹ് നബിയെ സമൂദ് ഗോത്രത്തിലേക്ക് റസൂലായിട്ട് അള്ളാഹു നിയോഗിച്ചു. അപ്പൊ അവിടെ ഉണ്ടായ ഒരു പ്രതികരണം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. ഖാലൽ മലഉ الذين استكبروا من قومه للذين استضعفوا لمن آمن منهم. നോക്കൂ, ആ സമൂഹത്തിലേക്ക് സ്വാലിഹ് നബി നബിയായി ചെന്നപ്പോൾ ആ സമൂഹത്തിലെ ഈ ഉന്നത ശ്രേണിയിൽ നിന്നിരുന്ന ആളുകൾ, അവിടുത്തെ വലിയ നേതൃത്വം അവകാശപ്പെട്ടിരുന്ന ചില ആളുകൾ, അവര് അഹങ്കാരപൂർവം ദുർബലരായ വിശ്വാസികളോട് ചോദിച്ചൊരു ചോദ്യം. അങ്ങനെയാണ് എല്ലാ സമൂഹത്തിലും ഉണ്ടാകുന്നത്. അത് അവിടെ ഉണ്ടായി. സത്യത്തെ ഏറ്റവും ആദ്യം ധിക്കരിക്കുന്നത് ആ സമൂഹത്തിൽ ഉന്നത ശ്രേണിയിൽ നിൽക്കുന്ന, വലിയ സ്ഥാനമാനങ്ങൾ അലങ്കരിച്ച് നിൽക്കുന്ന ആളുകളാണ്. അൽ മല എന്നാണ് ഖുർആൻ അതിൽ ഉപയോഗിക്കുന്ന വാക്ക്. അവർക്ക് പലതും പ്രവാചകന്മാരുടെ പ്രബോധനം ഉൾക്കൊള്ളാൻ കഴിയില്ല. അതൊക്കെ അവർക്ക് തടിക്ക് പിടിക്കുന്നതായതുകൊണ്ട് അവർ വേഗം അതിനെ എതിർക്കും. അപ്പൊ ആ ആളുകൾ സ്വാലിഹ് നബിയുടെ ജനതയിലുള്ളവർ ചോദിച്ച ചോദ്യം, അതഅലമുന അന്ന സ്വാലിഹൻ മുർസലും മിർ റബ്ബിഹിം, അല്ല നിങ്ങൾ ഈ സ്വാലിഹ് തന്റെ റബ്ബ് നിയോഗിച്ച റസൂലാണെന്ന് മനസ്സിലാക്കുന്ന ആളുകളാണോ? അവർ ചോദിക്കാൻ ചോദ്യത. നിങ്ങൾക്കെങ്ങാനും വിശ്വാസവും ധാരണയുണ്ടോ ഈ സാലിഹിനെ അള്ളാഹ് പറഞ്ഞയച്ചതാണ് എന്ന്? ഖാലു, അപ്പൊ അവർ പറഞ്ഞു, ഇന്നാ ബിമാ ഉർസില ബിഹി മുഅ്മിനൂൻ, അദ്ദേഹം എന്ത് സന്ദേശവുമായിട്ടാണോ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് ആ നിയോഗിക്കപ്പെട്ട സന്ദേശത്തിൽ ഞങ്ങളൊക്കെ മുഅ്മിനുകളാണ്, വിശ്വസിക്കുന്നവരാണ്. അവർ പറഞ്ഞു, അദ്ദേഹം അള്ളാഹുവിന്റെ റസൂലാണ്, ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ അദ്ദേഹം വന്ന് കൊണ്ടുവരുന്ന സന്ദേശത്തിൽ മുഅ്മിനുകളാണ്. ക്ലിയർ ആയിട്ട് അവർ അവരുടെ നിലപാട് പറഞ്ഞു. അത് മറുഭാഗത്ത് നൽപതി കാലു, മറുഭാഗത്തുള്ള അഹങ്കാരികളായ മേധാവികളായി നിന്നിരുന്ന ആളുകൾ പറഞ്ഞു, അൽ ഇസ്തക്ബറു, അഹങ്കാരികളായ ആളുകൾ പറഞ്ഞു, ഇന്നാ ബില്ലദീ ആമൻതും ബിഹി കാഫിറൂൻ. വാക്ക് ശ്രദ്ധിക്കണം, കാഫിറൂൻ. നിങ്ങൾ എന്തൊരു കാര്യത്തിലാണോ വിശ്വസിച്ചിരിക്കുന്നത് ആ വിശ്വസിച്ചതിലൊക്കെ ഞങ്ങൾ കാഫിറുകളാണ്. വളരെ വ്യക്തം, ഞങ്ങൾ അതിനെ നിഷേധിക്കുന്നവരാണ്, ഞങ്ങൾ അത് അംഗീകരിക്കുന്നില്ല. ഇതാണ് വിശുദ്ധ ഖുർആൻ ഉപയോഗിക്കുന്ന കാഫിർ എന്ന പ്രയോഗത്തിന്റെ ഏറ്റവും ചുരുങ്ങിയ ഒരു വിവക്ഷ. അത് നമ്മൾ അറിയേണ്ടത് ഇതാരെയും ചീത്ത പറയാനുള്ള വാക്കല്ല. രണ്ട് നിലപാടുകളാണ് മുഅ്മിൻ എന്നതും കാഫിർ എന്നതും. ഇനി വേറെ നിലപാടുകളുണ്ട്. മുനാഫിക് ഉണ്ട്, കപടനുണ്ട്, മുശ്രിക്ക്, ബഹുദൈവ ആരാധന നടത്തുന്നവരുണ്ട്. ഇതൊക്കെ അവരുടെ നിലപാടുകൾ വ്യക്തമാക്കുന്ന പദങ്ങളാണ്. പക്ഷെ അത്തരം ചില പദങ്ങൾ, നേരത്തെ നമ്മൾ പറഞ്ഞ ജിഹാദ് പോലെയുള്ള പദങ്ങളൊക്കെ ഉപയോഗിച്ച് പല ഉദ്ദേശങ്ങളോടും കൂടി, നമ്മളുടെ ഒരു ബഹുമത സമൂഹമാണല്ലോ, ഈ സമൂഹത്തിൽ സ്പർദ്ധ വളർത്താൻ ചില ഉപയോഗിക്കാം. ജിഹാദ് അങ്ങനെ ഉപയോഗിച്ച് നമുക്ക് ഇഷ്ടം പോലെ അറിയാം. ഇപ്പൊ കാഫിർ വന്ന് ഉപയോഗിക്കുന്നു. ധ്രുവീകരണം ഉണ്ടാക്കാൻ, സാമുദായിക ധ്രുവീകരണം, മത ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. മറ്റു ഭൗതിക താല്പര്യങ്ങൾ ഉണ്ടാവാം. അത്തരം താല്പര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ മതത്തിന്റെ ടേംസ്, സാങ്കേതിക ശബ്ദങ്ങൾ ദുരുപയോഗം ചെയ്യുന്നു. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാം എന്തു പറയുന്നു എന്നുള്ളതാണ്. ആ നിലപാട് നമ്മൾക്കറിയണം. നമ്മളൊക്കെ മുഅ്മിനുകളാണ്, ഇതിനെ നിഷേധിക്കുന്നവരൊക്കെ കാഫിറുകളാണ്. അവരൊക്കെ നിഷേധിക്കുന്നവരൊക്കെ കാഫിറുകളാണ്, വിശ്വസിക്കുന്നവർ മുഅ്മിനുകളാണ്. ആരും തമ്മിലൊരു പ്രശ്നവുമില്ല. രണ്ട് നിലപാട് വ്യക്തമാക്കുന്നു എന്നതാണ് ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് രാഷ്ട്രീയമായിട്ടോ മറ്റോ ഒക്കെ ദുരുപയോഗം ചെയ്യുമ്പോൾ ശരിയായ വശം പറഞ്ഞു കൊടുക്കാനുള്ള ബാധ്യത നമ്മൾക്കുണ്ട്. നമ്മൾ ആദ്യം അത് മനസ്സിലാക്കി ശരിയായ രീതിയിൽ പ്രസരണം നടത്തുകയാണ് വേണ്ടത്. സർവശക്തൻ അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് എല്ലാ ഓരോരുത്തരെയും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. കാഫിർ എന്ന പദത്തിന് ഒരു വിവക്ഷ നന്ദികേട് കാണിക്കുന്നവനെന്നാണ്. ചില ആയത്തുകൾ ഉപയോഗിച്ചിട്ട് മറ്റൊരു വിവക്ഷ പണ്ഡിതന്മാർ പറയാറുള്ളത് കാഫിർ എന്നത് കർഷകൻ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുമെന്നാണ്.
ഖുർആനിലെ ഒരു ആയത്തിന്റെ ഒരു ഭാഗം ഉദ്ധരിച്ച് പറയാറുണ്ട്. ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. കർഷകൻ എന്ന് പറയാൻ കാരണം അവരെന്നെ വ്യാഖ്യാനിക്കുന്നത് വിത്ത് മണ്ണിൽ മറച്ചു വെക്കുന്നവൻ, വിത്ത് മണ്ണിൽ ഒളിപ്പിച്ചു വെക്കുന്നവൻ എന്ന അർത്ഥത്തിൽ കർഷകനെ വളരെ വിരളമായി ഒറ്റപ്പെട്ട രീതിയിൽ അറബിയിൽ അങ്ങനെ ഉപയോഗിക്കാറുണ്ട്. ഖുർആൻ ഒരു വാക്കാണ് ഉപയോഗിച്ചിട്ടുണ്ട്. അത് അതിന് തെളിവായിട്ട് പണ്ഡിതന്മാർ ഉദ്ധരിക്കുകയും ചെയ്യുന്നു. അഅജബൽ കുഫാറ നബാതു എന്ന ആ കുഫാറിന് അർത്ഥം കർഷകർ എന്നാണ് ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നത്. അതിന് കാരണം മണ്ണിൽ വിത്ത് ഒളിപ്പിച്ചു വെക്കുന്നത് കൊണ്ട് എന്നാണ്. അപ്പൊ ഈ ഒളിപ്പിച്ചു വെക്കുക എന്നതാണ് ഇതിന്റെ അടിസ്ഥാന ആശയം. അതുകൊണ്ടാണ് ഈ കാഫറും മുഅ്മിനൊക്കെ വന്നത്. ഈ മൂന്നാമതൊരു അർത്ഥം ഇതിനുള്ളത് നന്ദികേട് കാണിക്കുന്നവൻ എന്നാണ്. അള്ളാഹു അനേകം അനുഗ്രഹങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ അനുഗ്രഹങ്ങൾക്കൊക്കെ നന്ദി കാണിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ലുക്മാനിന്റെ ആയത്ത്, ലുക്മാൻ അള്ളാഹിന്റെ ഉപദേശങ്ങൾ പറയുന്നുണ്ട്. ആ ആയത്ത് നോക്ക് നിങ്ങൾ. വലഖദ് ആതൈനാ ലുക്മാനൽ ഹിക്മ. ലുക്മാൻ റളിയല്ലാഹു അൻഹുവിന് നാം ഹിക്മത്ത് പഠിപ്പിച്ചു കൊടുത്തു, നൽകി. എന്താ കൊടുത്ത ഹിക്മത്ത്? അനിഷ്കുർ ലില്ലാഹ്, അള്ളാഹുവിന് നന്ദി കാണിച്ച് ജീവിക്കണം. അള്ളാഹുവിന് നന്ദി, അതാണ് ഇസ്ലാം. അള്ളാഹുവിന് നന്ദി കാണിച്ച് ജീവിക്കുക. വമൻ യഷ്കുർ ഫഇന്നമാ യഷ്കുർ ലിനഫ്സിഹി. ആരെങ്കിലും നന്ദി കാണിച്ച് ജീവിക്കുന്നുവെങ്കിൽ ആ നന്ദിയുടെ ഫലം, ഗുണം അവര് തന്നെയാണ് കിട്ടുന്നത്. അടുത്ത വാക്ക് വമൻ കഫറ. ആരെങ്കിലും കഫറ, നന്ദി കേട് കാണിച്ചു. അപ്പൊ ശുക്ർ നന്ദി കാണിക്കുക, കഫറ എന്ന് പറഞ്ഞാൽ നന്ദി കേട് കാണിക്കുക. നന്ദി കേട് കാണിച്ചാൽ ഫഇന്നല്ലാഹ ഗനിയ്യുൻ ഹമീദ്, തീർച്ചയായിട്ടും അള്ളാഹു ആരുടെയും നന്ദി ആവശ്യമില്ലാതെ സ്വയം പര്യാപ്തനാണ്. അള്ളാഹ് ആരും നന്ദി കാണിച്ചതിനുള്ള അള്ളാഹുവിനൊന്നും നേടാനില്ല. ഗനിയാണ്, ഹമീദാണ്, സ്തുത്യർഹനാണ്. നമ്മൾ ആരും നന്ദി കാണിക്കാത്തതിന് വലിയ അള്ളാഹുവിന് ഒരു നഷ്ടവുമില്ല. കിട്ടാനുള്ളത് തനിക്ക് തന്നെയാണ്. നന്ദി കാണിച്ചാൽ ഫൈനമായ യഷ്കുറിനെ തനിക്ക് വേണ്ടി. അവിടെ നിങ്ങൾ നോക്കൂ, ശുക്റും നുക്റും ഉപയോഗിച്ചു, കുഫറും ഉപയോഗിച്ചു. ശുക്ർ എന്ന് പറഞ്ഞാൽ നന്ദി കാണിക്കുക, കുഫർ എന്ന് പറഞ്ഞാൽ നന്ദി കേട് കാണിക്കുക. ആണ് അവിടെ കാഫർ എന്നുള്ളതിന്റെ അർത്ഥം. ഇത് ഖുർആനിൽ ഇവിടെ മാത്രമല്ല, വേറെ സ്ഥലത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. യഅരിഫൂന നിഅമത്തല്ലാഹി സുമ്മ യുൻകിറൂനഹാ വഅക്സറുഹും കാഫിറൂൻ. അവർക്കൊക്കെ അറിയാം അള്ളാഹു ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാം. പിന്നീട് അതിനെ നിഷേധിക്കുന്നു. വഅക്സറുഹും കാഫിർ, അധികം ആൾക്കാർ കാഫിറുകളാണ്, ഈ നന്ദികേട് കാണിക്കുന്നവരാണ്. ഈ ഒരു നിലപാട് വ്യക്തമാക്കാനല്ലാതെ വേറെ ഏതെങ്കിലും അർത്ഥത്തിൽ ഖുർആൻ അത് ഉപയോഗിച്ചിട്ടില്ല. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, നമുക്ക് സുപരിചിതമായ സൂറത്ത്. അല്ലയോ അവിശ്വാസികളെ, ഈ ഞാൻ കൊണ്ടുവന്നതിനൊക്കെ നിഷേധിക്കുന്ന ആളുകളെ എന്ന് പറഞ്ഞ അവരെ സംബോധന നേർക്ക് നേരെ പറയുന്ന കാര്യങ്ങൾ, ഇതൊക്കെയും നിലപാട് വ്യക്തമാക്കലാണ്. ഒരു സംഭവം നോക്കുക നിങ്ങൾ. സുലൈമാൻ നബി അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് യമനിലെ ഒരു രാജ്ഞിയായിരുന്ന ബൽക്കീസ്, ഖുർആൻ അവരുടെ ചരിത്രം പറയുന്നുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. അവരുടെ സിംഹാസനം ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി ജിന്നിനെ സ്വാധീനിച്ച്, നിയന്ത്രണം ഉണ്ടായിരുന്ന ആളായിരുന്നു സുലൈമാൻ നബി, കൊണ്ടുവരാൻ പറയുന്നുണ്ട്. അങ്ങനെ അവരിങ്ങോട്ട് എത്തുന്നതിന് മുമ്പ് അവരുടെ സിംഹാസനം തന്റെ കൊട്ടാരത്തിൽ എത്തണമെന്നാണ്. അത് എത്തി. അതിന് വിശദീകരണങ്ങൾ ഖുർആനിലും ഹദീസിലൊക്കെ വന്നിട്ടുണ്ട്. അത് എത്തി, മുന്നിലെത്തി. ബൽക്കീസ് രാജ്ഞി യമനിൽ നിന്ന് തന്റെ അധികാര സ്ഥാനത്ത് എത്തുന്നതിന് മുമ്പ് അവരുടെ സിംഹാസനം ഇവിടെ എത്തിക്കണം എന്നാ. എന്നിട്ട് സുലൈമാൻ നബിക്ക് ചോദിക്കാം, ഇത് ആരതാണെന്ന് ചോദിക്കണം, അതാണ് ആവശ്യം. അത് ചോദിച്ചു. ആ കഥകൾ കുറെ കാര്യങ്ങൾ പറയുന്നു. അത് മുന്നിലെത്തി നിൽക്കുമ്പോൾ സുലൈമാൻ നബി, ഹാദാ മിൻ ഫദ്ലി റബ്ബി, ഇത് എനിക്ക് എന്റെ റബ്ബ് ചെയ്തു തന്ന ഒരു അനുഗ്രഹമാണ്. ലിയബ്ലുവനി, എന്നെ പരിശോധിക്കുകയാണ് അള്ളാഹ്, എന്നെ പരീക്ഷിക്കുകയാണ്. ഈ അനുഗ്രഹത്തെ തന്നെ ഞാൻ നന്ദി കാണിക്കുന്നുണ്ടോ എന്ന് അറിയണ്ടേ. എന്താ പരിശോധിക്കുന്നത്? അഷ്കുറു അം അക്ഫുറു, ഞാൻ ശുക്റാണോ കുഫറാണോ കാണിക്കുന്നത്, ഞാൻ നന്ദി കാണിക്കോ അതോ കാഫറാവുമെന്ന്, നന്ദികേട് കാണിക്കുമെന്ന്. ഖുർആൻ എങ്ങനെയാണ് ഉപയോഗിച്ചത്? ഞാൻ നന്ദി കാണിക്കുന്നവനാണോ നന്ദി കാണിക്കാത്തവനാണോ? ഒമൻ ശക്കറ ഫഇന്നമാ യഷ്കുറു ലിനഫ്സിഹി, ആരെങ്കിലും നന്ദി കാണിച്ചാൽ തനിക്ക് തന്നെയാണ് അതിന്റെ ഗുണം. വമൻ കഫറ ഫഇന്ന റബ്ബി ഗനിയ്യുൻ കരീം, ഇനി ആരെങ്കിലും കുഫർ കാണിച്ചു, കാഫറായി, നന്ദികേട് കാണിച്ചു, അള്ളാഹ്ക്ക് അതിന്റെ ആവശ്യമില്ല. ഗനിയ്യുൻ കരീമാണ്, അള്ളാഹ് സ്വയം പര്യാപ്തനാണ്. സൂചിപ്പിക്കുന്നത് ഈ വാക്ക് ഇനി നമ്മളുടെ കേരളത്തിൽ ചർച്ചയാവുകയാണ്. ഇപ്പോൾ ചർച്ചയായി, ഇനിയും ചിലപ്പോൾ അത് ദുരുപയോഗം ചെയ്യും. നമ്മൾ അടുത്തറിയുക, കൃത്യം അറിയുക. ഒരു നിലപാട് മനസ്സിലാക്കാൻ വേണ്ടി ഖുർആൻ ഉപയോഗിച്ച വാക്കാണ് കാഫിർ എന്നത്. മുഅ്മിൻ എന്നതുപോലെ, വിശ്വാസി എന്നതുപോലെ കാഫിർ എന്നത് വേറൊരു നിലപാടാണ്. അതല്ലാതെ ആരെയും ചീത്ത പറയാനും ഭത്സിക്കാനും ഒന്നുമല്ല. ഇത് ഖുർആൻ ഹദീസിലും ഇതുപോലെ ധാരാളം പ്രയോഗങ്ങൾ കാണാം. നമ്മുടെ മലയാളത്തിൽ ഇതേ വാക്കുകളുടെ അർത്ഥം പറയുമ്പോൾ ആർക്കും ഒരു പ്രശ്നവുമില്ല. അവരൊക്കെ അത് അഭിമാനത്തോടു കൂടി പറയുന്നു. ഞാൻ ദൈവനിഷേധിയാണ് എന്ന അഭിമാനത്തോടു കൂടിയാണ് പറയുന്നത്. ഞാനൊരു മതനിഷേധിയാണ് എന്ന അഭിമാനത്തോടു കൂടി പറയാറുണ്ട്.
ഞാൻ നാസ്തികനാണ്, ആസ്തികനല്ല എന്ന് അഭിമാനത്തോടുകൂടി പറയാറുണ്ട്. അതിന്റെ അറബി വാക്ക് കാഫിർ എന്ന് പറയുമ്പോൾ അത് ദുരുപയോഗം ചെയ്തുകൊണ്ട് അർത്ഥമറിയാത്ത ആളുകളുടെ മുമ്പിൽ മത ധ്രുവീകരണം, സാമുദായിക ധ്രുവീകരണം, ഈ പൊതുസമൂഹത്തിൽ സ്പർദ്ധ വളർത്തുക എന്നൊക്കെ ഉദ്ദേശത്തിൽ പലരും ദുരുപയോഗം ചെയ്യുന്നു. അത് ആര് ചെയ്താലും എങ്ങനെ ചെയ്താലും ഇസ്ലാമിനെ ബാധിക്കുന്ന വിഷയമല്ല. നമ്മളത് കൃത്യം മനസ്സിലാക്കി ജനങ്ങളെ ബോധ്യപ്പെടുത്തുക, നമ്മളത് മനസ്സിലാക്കുക. അള്ളാഹു നമ്മയൊക്കെ സത്യം മനസ്സിലാക്കി അതിന്റെ കൂടെ നിൽക്കാൻ മനസ്സ് ശക്തമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹാജാത്ത്. اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة